ഹായ് ഫ്രണ്ട്സ്, AS മീഡിയയുടെ പുതിയ ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള സർവകലാശാലയിൽ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് അതായത് FY UGP ഒന്നാം വർഷ ബിരുദ പ്രവേശനം 2024-25 റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഓൾറെഡി അറിയാം. രജിസ്ട്രേഷൻ്റെ ടൈം 10th വരെ നൽകിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ തിരുത്തലുകൾ വരുത്താനും എഡിറ്റ് ഓപ്ഷനും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വന്ന അപ്ഡേറ്റ് പ്രകാരം സർവകലാശാലയുടെ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെൻറ് എയ്ഡഡ് സ്വാശ്രയ UIT കോളേജുകളിലേക്കുള്ള സപ്ലിമെൻ്ററി കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെൻറ്റിലേക്കായി പുതിയ രജിസ്ട്രേഷൻ ചെയ്യുന്നതിനും ഓപ്ഷൻ നൽകുന്നതിനും ഓൺലൈൻ അപേക്ഷയിൽ തിരുത്തൽ വരുത്തുന്നതിനും 2024 ജൂലൈ 15 വരെ അവസരം നൽകിയിരിക്കുകയാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ജൂലൈ 15 വരെയാണ് അവസരം. +2 സേ പരീക്ഷയുടെ റിസൾട്ട് പ്രസിദ്ധീകരിക്കാത്ത സാഹചര്യത്തിൽ പ്രസിദ്ധ വിദ്യാർത്ഥികൾക്ക് കൂടി അപേക്ഷ സമർപ്പിക്കുന്നതിന് അവസരം നൽകുന്നതിലേക്കായി ഒന്നാം വർഷ ബിരുദ FY UGP പ്രോഗ്രാമിലേക്കുള്ള പ്രവേശനത്തിന് രജിസ്ട്രേഷൻ ചെയ്യാത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ രജിസ്ട്രേഷൻ ചെയ്യുന്നതിനുള്ള തീയതി 2024 ജൂലൈ 15 വരെ ദീർഘിപ്പിച്ചിരിക്കുന്നു. ഈ ഘട്ടത്തിൽ പരമാവധി 20 ഓപ്ഷനുകൾ വരെ നൽകാവുന്നതാണ്. ബിരുദ പ്രോഗ്രാമിലേക്ക് അപേക്ഷിക്കുന്നതിന് ഉയർന്ന പ്രായപരിധി ഒഴിവാക്കിയിരിക്കുന്നു. നിലവിൽ രജിസ്ട്രേഷനുള്ള എല്ലാവർക്കും പുതിയ ഓപ്ഷനുകൾ ചേർക്കൽ, റീവാലുവേഷൻ, ഗ്രേസ് മാർക്ക് ഉൾപ്പെടുത്തൽ, കാറ്റഗറി മാറ്റം തുടങ്ങി എല്ലാ തിരുത്തലുകൾക്കും ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. നിലവിൽ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അക്കാഡമിക് വിവരങ്ങളും മാർക്കിലെ വർധനവ്, സ്പെഷ്യൽ വെയിറ്റേജ് ഓപ്ഷനുകളും മാത്രമേ മാറ്റം വരുത്താൻ സാധിക്കുകയുള്ളൂ. പ്രൊഫൈലിൽ തിരുത്തൽ വരുത്തൽ, അലോട്ട്മെൻറ്റിലേക്ക് വീണ്ടും പരിഗണിക്കൽ എന്നിവ ആവശ്യമുള്ള എല്ലാ വിദ്യാർത്ഥികളും സ്വയം അവരവരുടെ പ്രൊഫൈലിൽ പ്രസിദ്ധ മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. മുൻ അലോട്ട്മെൻറ്റുകളിൽ ഫീസ് അടയ്ക്കാതെ അലോട്ട്മെൻറ്റ് റദ്ദായ അപേക്ഷകർക്കും ഫീസ് അടച്ചിട്ടും കോളേജിൽ പ്രവേശനം നേടാൻ സാധിക്കാത്ത അപേക്ഷകർക്കും നിലവിൽ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ താൽപ്പര്യമുള്ള പക്ഷം ആയതിലേക്ക് പരിഗണിക്കപ്പെടുന്നതിലേക്കായി ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ് എന്നിവ ഉപയോഗിച്ച് പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത ശേഷം ഓപ്ഷനുകൾ നൽകേണ്ടതാണ്. പുതിയതായി നൽകിയ ഓപ്ഷനുകൾ മാത്രമേ തുടർന്നും വരുന്ന സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളിലേക്ക് പരിഗണിക്കുകയുള്ളൂ. ആദ്യ 3 ഘട്ട അലോട്ട്മെൻറ്റുകളിലും അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും ഈ ഘട്ടത്തിൽ പുതുതായി ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. പുതിയ ഓപ്ഷനുകൾ നൽകുന്ന വിദ്യാർത്ഥികളുടെ മുൻ അലോട്ട്മെൻറ്റുകളിൽ നൽകിയ ഓപ്ഷനുകൾ ക്യാൻസൽ ആകുന്നതാണ്. ഈ വിദ്യാർത്ഥികൾ പുതിയ ഓപ്ഷനുകൾ നൽകാത്ത പക്ഷം ഇവരുടെ പഴയ എല്ലാ ഓപ്ഷനുകളും ഈ അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുന്നതാണ്. നിലവിൽ ഏതെങ്കിലും ഘട്ടത്തിൽ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകൾക്ക് ഓപ്ഷൻ നൽകുന്ന പക്ഷം പുതിയ അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ഹാജരായി നിർബന്ധമായും അഡ്മിഷൻ എടുക്കേണ്ടതാണ്. പ്രസ്തുത വിദ്യാർത്ഥികൾക്ക് മുൻ അഡ്മിഷൻ തുടരാൻ സാധിക്കുന്നതല്ല. പുതുതായി അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ അഡ്മിഷൻ എടുക്കാത്ത പക്ഷം 2 അഡ്മിഷനും നഷ്ടമാകുന്നതാണ്. തിരുത്തലുകൾ വരുത്തി കഴിഞ്ഞാൽ പുതുതായി നൽകിയ ഓപ്ഷനുകൾ മാറ്റങ്ങൾ അപേക്ഷയിൽ വന്നിട്ടുണ്ട് എന്ന് ഉറപ്പാക്കേണ്ടതും ഓപ്ഷൻ ഫോർ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷയുടെ ഏറ്റവും പുതിയ പ്രിൻ്റ് ഔട്ട് എടുത്ത് തുടർ ആവശ്യങ്ങൾക്കായി സൂക്ഷിക്കേണ്ടതുമാണ്. അതുപോലെ തന്നെ പോർട്ടലിൽ കോളേജ് ഫോർ അപ്ലൈഡ് സയൻസ് IHRD കുണ്ടറിൽ BSc കോഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കോഴ്സിലേക്ക് ജൂലൈ 15 വരെ ആപ്ലിക്കേഷൻ നൽകാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിനായിട്ടും പറഞ്ഞിട്ടുള്ളത്. 15-ാം തീയതി വരെയാണ് ഡേറ്റ് നൽകിയിട്ടുള്ളത്. പുതുതായി രജിസ്ട്രേഷൻ ചെയ്യേണ്ട വിദ്യാർത്ഥികൾ +2 സേ കഴിഞ്ഞ് ആ ഒരു റിസൾട്ട് അതും കൂടി ആഡാക്കി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രേസ് മാർക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് റിവാലുവേഷൻ്റെ മാർക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് തിരുത്തലുകൾ വരുത്തണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓപ്ഷനുകൾ ചേർക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കാം. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. യൂണിവേഴ്സിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതൊരു ഇൻഫർമേഷൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.